ഹലോ ഫ്രണ്ട്സ്, ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ ഭാഗമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അഡോബി ഇല്ലസ്ട്രേറ്റർ എന്ന സോഫ്റ്റ്വെയറിന്റെ ഈ ഒരു പാർട്ടിൽ ഞാൻ നിങ്ങൾക്കായി പുതിയൊരു ടൂളാണ് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ഈ സോഫ്റ്റ്വെയർ പഠിക്കാൻ വേണ്ടി അതിന്റെ ഫസ്റ്റ് പാർട്ട് കാണുമ്പോൾ തന്നെ ആദ്യം പഠിച്ചൊരു കാര്യമാണ് പുതിയൊരു ഡോക്യുമെന്റ് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും അറിയാം പുതിയൊരു ഡോക്യുമെന്റ് സെറ്റ് ചെയ്യാനുള്ള ബേസിക്കായ കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെ നമ്മൾ പുതിയൊരു ഡോക്യുമെന്റ് സെറ്റ് ചെയ്യുന്നതിലൂടെ പുതിയൊരു ആർട്ട് ബോർഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ പാർട്ടിലൊക്കെ തന്നെ എന്താണ് ആർട്ട് ബോർഡ് എന്നുള്ളത് ചെറിയ രീതിയിലൊന്ന് പരിചയപ്പെടുത്തിയിരുന്നു. പക്ഷേ ആർട്ട് ബോർഡിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതല്ലെങ്കിൽ അതിന്റെ മറ്റുള്ള സെറ്റിംഗ്സ് ഒന്നും തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ആർട്ട് ബോർഡ് എന്നുള്ള ഒരു ടൂള് നമുക്ക് വേറെ തന്നെ അവൈലബിൾ ആണ്. സോ ഈ ഒരു പാർട്ടിൽ എന്താണ് ആർട്ട് ബോർഡ് ടൂള്, അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റു സെറ്റിംഗ്സുകൾ എന്തൊക്കെയാണ്, അതുപോലെ എങ്ങനെയാണ് ഒരു ആർട്ട് ബോർഡിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പാർട്ടിൽ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മാസ്റ്റർ മീഡിയ. ആർട്ട് ബോർഡ് ടൂൾ പരിചയപ്പെടാൻ വേണ്ടി ഞാൻ ഓൾറെഡി ഇവിടെ ന്യൂ പേജ് അതല്ലെങ്കിൽ ഒരു ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഫയൽ വന്ന് ന്യൂ കമാൻഡിലൂടെയാണ് പുതിയൊരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സൈസും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തു, ഓറിയന്റേഷൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് കാണാം ആർട്ട് ബോർഡ് എന്നുള്ള ഒരു ഓപ്ഷൻ. നമുക്ക് എത്ര ആർട്ട് ബോർഡ് വേണം എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് വർക്ക് ചെയ്യാൻ വേണ്ടി ഒന്നിൽ കൂടുതൽ ആർട്ട് ബോർഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്പേഴ്സ് കൂട്ടി കൊടുക്കാം. ഡീഫാൾട്ട് ആയിട്ട് ഒന്നായിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ഒരു ആർട്ട് ബോർഡ് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ടൂൾ ബാറിൽ ആർട്ട് ബോർഡ് ടൂൾ സെലക്ട് ചെയ്തു. Shift+O ആണ് അതിന്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത്. ടൂളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ആർട്ട് ബോർഡ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ആയിരിക്കുന്നത് കാണാം. സറൗണ്ടിങ് ഏരിയയിൽ ഒരു ഡോട്ടഡ് ലൈൻസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ അതിന്റെ കോർണർ സൈഡിലും അതുപോലെ തന്നെ ലൈൻസിന്റെ മിഡിലും ആയിട്ട് നമ്മൾ സാധാരണ സ്കെയിൽ ചെയ്യുമ്പോൾ കാണുന്ന ചെറിയൊരു സ്ക്വയർ ടൈപ്പിലുള്ള പോയിന്റ്സും കാണാം. ഇന്റർസെക്ട് എന്നാണ് അതിന്റെ പേര്. അത് നമ്മൾ സാധാരണ ഒബ്ജക്റ്റുകളൊക്കെ സ്കെയിൽ ചെയ്യാൻ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ആർട്ട് ബോർഡിനെ റീസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോയിന്റ്സുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും നമുക്ക് ഇതിനെ സ്കെയിൽ ചെയ്ത് അതിന്റെ സൈസിൽ മാറ്റം വരുത്താം. പക്ഷേ ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ ആർട്ട് ബോർഡ് സെലക്ട് ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മൾ A4 ആണ് ഓപ്പൺ ചെയ്തതെങ്കിലും ഇതുപോലെ റീസൈസ് ചെയ്യുന്ന സമയത്ത് ഈ ആർട്ട് ബോർഡിന്റെ ഓവറോൾ സൈസിൽ മാറ്റം വരുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ പ്രോപ്പർട്ടി പാനലിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവാൻ പറ്റും. ഇപ്പോൾ നിലവിൽ നമ്മൾ A4 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ ഞാനിത് സ്കെയിൽ ചെയ്ത സമയത്ത് 26.5 അതുപോലെ തന്നെ 14.6 എന്നുള്ള ആ ഒരു സൈസിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ആർട്ട് ബോർഡ് ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത ഒരു ഫിക്സഡ് സൈസിനെ റീസൈസ് ചെയ്യാൻ സാധിക്കും. ബിഗിനേഴ്സ് ആയിട്ടുള്ള പലരും ഡൗട്ട് ചോദിച്ച ഒരു കാര്യമായിരുന്നു, ഓപ്പൺ ചെയ്ത ഒരു ഡോക്യുമെന്റിനെ നമുക്ക് വീണ്ടും റീസൈസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെ. സാധാരണഗതിയിൽ നമ്മൾ ഫയലിൽ പോയിട്ട് ഡോക്യുമെന്റ് സെറ്റപ്പിലൂടെ നമ്മൾ മാറ്റം വരുത്താം. പക്ഷെ അതിനേക്കാളും ഈസി ആയിട്ടുള്ള ഒരു വഴിയാണ് ആർട്ട് ബോർഡ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ റീസൈസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇങ്ങനെ മൗസ് വെച്ച് നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഫിക്സഡ് സൈസ് നമുക്ക് കിട്ടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണഗതിയിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. ഇവിടെ ഞാൻ വീണ്ടും ഇതിനെ A4 സൈസിലേക്ക് മാറ്റുകയാണ്. ഞാൻ വിഡ്ത്തിന്റെ ഇൻപുട്ട് ബോക്സിൽ 21 കൊടുത്തു. ഹൈറ്റ് ഞാൻ 29.7 കൊടുത്തു. 21 × 29.7 സെന്റിമീറ്റർ ആണ് A4ന്റെ സൈസ് എന്ന് പറയുന്നത്. ദെൻ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ഒരു A4 സൈസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് ആദ്യം നമ്മൾ ലാൻഡ്സ്കേപ്പ് മോഡിൽ A4 പേജ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ആർട്ട് ബോർഡ് ടൂൾ എടുത്തിട്ട് നമ്മളൊന്ന് റീസൈസ് ചെയ്തു, പല സൈസിലേക്ക് മാറ്റി. ദെൻ വീണ്ടും ഫിക്സഡ് ആയിട്ടുള്ള ഒരു A4 സൈസ് കൊടുത്തു. അത് നമ്മൾ വെർട്ടിക്കൽ ഫോർമാറ്റിൽ, അതായത് പോർട്രേറ്റ് ഫോർമാറ്റിലാണ് നമ്മളത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ. ഓക്കെ, ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ആർട്ട് ബോർഡ് ടൂൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു ഓപ്പൺ ചെയ്ത് വെച്ച ആർട്ട് ബോർഡിനെ റീസൈസ് ചെയ്യാം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവാം. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഏത് സൈസിലേക്ക് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ആർട്ട് ബോർഡിനെ റീസൈസ് ചെയ്ത് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ദെൻ അടുത്ത സ്റ്റെപ്പായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഈ ഒരു ആർട്ട് ബോർഡിലേക്ക് ഒരു ഇമേജ് പ്ലേസ് ചെയ്യാണ്. ഇമേജ് സെലക്ട് ചെയ്തു, പ്ലേസ് കൊടുത്തു. ഇപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഈ ഇമേജ് ഈ പറയുന്ന ആർട്ട് ബോർഡിലേക്ക് എനിക്ക് ഫിറ്റ് ചെയ്ത് വെക്കണം. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇമേജ് ഒന്ന് സ്കെയിൽ ചെയ്ത് വെക്കും. പക്ഷെ എനിക്ക് ഇമേജ് സ്കെയിൽ ചെയ്യണ്ട. ഇമേജ് സ്കെയിൽ ചെയ്താൽ ചിലപ്പോൾ അതിന്റെ ക്വാളിറ്റി പോകും, അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇമേജ് സ്കെയിൽ ചെയ്യാൻ പാടില്ല. അതിന് പകരം ഈ കാണുന്ന ന്യൂ ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ആർട്ട് ബോർഡ് ഈ ഇമേജിന്റെ സൈസിലേക്ക് നമുക്ക് ഫിറ്റ് ചെയ്യണം. അപ്പൊ അതെങ്ങനെയാ നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ വീണ്ടും ആർട്ട് ബോർഡ് ടൂൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആർട്ട് ബോർഡ്സിൽ ഫസ്റ്റ് ഒരു ഓപ്ഷൻ കാണാം, നമുക്ക് നെയിം. ആർട്ട് ബോർഡിന് നമുക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പേര് വേണമെങ്കിൽ കൊടുക്കാം. കാരണം ഒരുപാട് ആർട്ട് ബോർഡുകൾ നമ്മൾ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ ആർട്ട് ബോർഡിനെയും സെപ്പറേറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പേര് കൊടുക്കാം. അതാണ് ഫസ്റ്റ് കാണുന്ന ഈ ഒരു ഓപ്ഷൻ.
നെയിം ബോക്സിന്റെ തൊട്ട് താഴെ തന്നെ പ്രീസെറ്റ് എന്ന് പറഞ്ഞ മറ്റൊരു ഓപ്ഷൻ കാണാം. അതിലിപ്പോ A4 ആണ് സെലക്ട് ആയി കിടക്കുന്നത്. A4 സെലക്ട് ചെയ്യുന്നതിന് തൊട്ട് മുകളിലായിട്ട് ഫിറ്റ് ടു ആർട്ട് വർക്ക് ബൗൺസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഫിറ്റ് ടു ആർട്ട് വർക്ക് ബൗൺസ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നിങ്ങളോട് കണ്ടിട്ടുണ്ടാവും ആ ഒരു ആർട്ട് ബോർഡ് കംപ്ലീറ്റ് നമ്മുടെ ഈ ആർട്ട് വർക്കിലേക്ക് ഫിറ്റ് ആയി മാറിയിട്ടുണ്ട്. അതായത് അതിന്റെ രണ്ടിന്റെയും സൈസ് ഒന്നായി മാറി. അപ്പൊ ഇങ്ങനെ നമ്മൾ ആ പേജിൽ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇമേജിലേക്ക് കറക്റ്റ് ഫിറ്റ് ആയിക്കൊണ്ട് നമ്മൾ ആർട്ട് ബോർഡിനെ സെറ്റ് ചെയ്യുന്ന രീതിയാണ് ഫിറ്റ് ടു ആർട്ട് വർക്ക് ബൗൺസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയ ആളുകൾക്കൊക്കെ എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ചു, എന്തെങ്കിലും ഒരു ഇമേജോ അതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡിസൈൻസ് വർക്കുകളൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ആ വർക്കിനനുസരിച്ച് ആർട്ട് ബോർഡിന്റെ സൈസിലേക്ക് മാറ്റാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കൺഫ്യൂഷൻ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആർട്ട് ബോർഡ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം പ്രീസെറ്റിൽ വന്നിട്ട് ഫിറ്റ് ടു ആർട്ട് ബൗൺസ് കൊടുക്കുക. ഓക്കെ, ഇനി പ്രീസെറ്റിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് ആദ്യം പേജ് ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ കണ്ട രണ്ട് ഓപ്ഷൻസ് ഇവിടെയുണ്ട്. ഒന്ന് പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ്. ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഓൾറെഡി നമ്മൾ A4 ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് പോർട്രേറ്റ് മോഡിലാണ്. അത് നമുക്കിനി ലാൻഡ്സ്കേപ്പിലേക്ക് മാറണമെങ്കിൽ ഇവിടെ നമുക്ക് ലാൻഡ്സ്കേപ്പ് ആയി കൊടുക്കാം. ഇപ്പൊ ചില കേസിൽ നമ്മൾ ഓപ്പൺ ചെയ്ത ഒരു ഡോക്യുമെന്റിനെ ലാൻഡ്സ്കേപ്പ് ആയിട്ടും പോർട്രേറ്റ് ആയിട്ടൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഇവിടുന്ന് മാറ്റാൻ പറ്റും. നെക്സ്റ്റ്, ആർട്ട് ബോർഡിന്റെ കാര്യത്തിൽ നമ്മൾ അടുത്തത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് അഡീഷണൽ ആയി ഒന്നിൽ കൂടുതൽ ആർട്ട് ബോർഡ്സ് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ആഡ് ചെയ്യുക എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഓൾറെഡി നമ്മൾ ന്യൂ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ നമ്പർ ഓഫ് ആർട്സ് ബോർഡ്സ് നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ നമ്മൾ കണ്ടു. പക്ഷേ നമ്മൾ ഒരു ആർട്ട് ബോർഡ് കൊടുത്ത് ഓപ്പൺ ചെയ്താൽ പോലും ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്നിൽ കൂടുതൽ ആർട്ട് ബോർഡുകൾ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ ഓൾറെഡി ഓപ്പൺ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആർട്ട് ബോർഡ് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ചു. എന്നിട്ട് ആർട്ട് ബോർഡ് ഓപ്ഷനിൽ നേരത്തെ നമ്മൾ പറഞ്ഞ നെയിം കൊടുക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ന്യൂ ആർട്ട് ബോർഡ് എന്നുള്ള ഒരു ഐക്കൺ കാണാം. ന്യൂ ആർട്ട് ബോർഡ്. അതിൽ ഞാനൊരു സിംഗിൾ ക്ലിക്ക് ചെയ്തപ്പോൾ അഡീഷണൽ ആയിട്ട് ഇവിടെ ഒരു ആർട്ട് ബോർഡ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. വീണ്ടും ക്ലിക്ക് ചെയ്തു, ഒരിക്കൽ കൂടി മറ്റൊരു ആർട്ട് ബോർഡും ഇവിടെ പ്ലേസ് ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ എത്ര ആർട്ട് ബോർഡ്സ് വേണമെങ്കിലും നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ആർട്ട് ബോർഡിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ആർട്ട് ബോർഡ് ടൂൾ എടുത്തതിന് ശേഷം ഏത് ആർട്ട് ബോർഡ് ആണോ നമുക്ക് വേണ്ടാത്തത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ന്യൂ ആർട്ട് ബോർഡ് എന്നുള്ള ഈ ഐക്കണിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ ആയിട്ട് ഡിലീറ്റ് ആർട്ട് ബോർഡ് എന്നുള്ള ഒരു ഐക്കണും കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സെലക്ട് ചെയ്തിരിക്കുന്ന ആർട്ട് ബോർഡ് ഡിലീറ്റ് ആവും. അങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിനെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാനും സാധിക്കും. ഇനി ഇവിടെ തന്നെ ഡിലീറ്റ് ചെയ്യണമെന്നില്ല, സാധാരണ ഡിലീറ്റ് കീ പ്രസ് ചെയ്താലും ഇത് ഡിലീറ്റ് ആവും. ഓക്കെ, ഇനി ഈ ഒരു മെത്തേഡ് അല്ലാതെ തന്നെ നമുക്ക് കോപ്പി ചെയ്ത് ആർട്ട് ബോർഡിനെ മൾട്ടിപ്പിൾ ചെയ്യാനും സാധിക്കും. നമ്മൾ സാധാരണ ഇപ്പോൾ ഒബ്ജക്റ്റ് ഒക്കെ കോപ്പി എടുക്കാൻ വേണ്ടി ഓൾട്ട് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്യും. ഇപ്പൊ ഇവിടെ ഞാൻ സെലക്ട് ചെയ്തു, ഓൾട്ട് പ്രസ് ചെയ്തു, ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓൾട്ട് പ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഷിഫ്റ്റ് കൂടെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഓൾട്ടിന്റെ കൂടെ ഷിഫ്റ്റ് കൂടെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഡയറക്ഷനിൽ തന്നെ കിട്ടും. ഷിഫ്റ്റ് പ്രസ് ചെയ്യാതെ നമ്മൾ ഓൾട്ട് മാത്രം പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ ഇതിന്റെ ഡയറക്ഷൻ ചിലപ്പോൾ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ മാറിപ്പോയി എന്ന് കരുതി പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് എടുക്കുമ്പോൾ ഇത് സെയിം ഓർഡർ തന്നെ ആയിരിക്കും. പക്ഷെ എന്നിരുന്നാലും അത് സെറ്റ് ചെയ്ത് വെച്ച് ആ ഒരു കറക്റ്റ് ലെവലിൽ നമുക്കത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഷിഫ്റ്റ് കൂടെ പ്രസ് ചെയ്ത് ഒന്ന് ഡ്രാഗ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ഡയറക്ഷനിൽ നമുക്കതിനെ സെറ്റ് ചെയ്ത് വെക്കാം. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ആർട്ട് ബോർഡിനെ മൾട്ടിപ്പിൾ ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പ്രീസെറ്റ് ഓപ്ഷനിലേക്ക് നമുക്ക് ഒന്നുകൂടി പോവാം. ജസ്റ്റ് അതിനൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള കുറെ സൈസസ് അവൈലബിൾ ആണ്. പ്രീസെറ്റ് സൈസസ് A4, A3, B5, B4 എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സൈസസ് ഉണ്ട്. വീഡിയോ എഡിറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സൈസുകൾ, അതുപോലെ സ്ക്രീൻ റെസൊല്യൂഷനിൽ വേണ്ടിയിട്ടുള്ള സൈസുകൾ, iPhone X, iPhone Pro എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ക്രീൻ സൈസിൽ വരുന്ന സൈസുകളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ അത് സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ആർട്ട് ബോർഡിലെ സൈസിൽ മാറ്റം വരുന്നതായിട്ട് കാണാം. ഞാൻ വീണ്ടും ഫിറ്റ് ടു ആർട്ട് വർക്ക് ബൗൺസ് കൊടുത്തു, അതിനെ ഫിറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇതിന്റെ തൊട്ട് താഴെ തന്നെ മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം, മൂവ് ആർട്ട് വർക്ക് വിത്ത് ആർട്ട് ബോർഡ്. ഇപ്പൊ ഇവിടെ മൂവ് ആർട്ട് വർക്ക് വിത്ത് ആർട്ട് ബോർഡ് എന്നുള്ള ഈ ഓപ്ഷൻ ഞാൻ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ടിക്ക് ഓൺ ചെയ്ത് എനേബിൾ ആക്കി. എന്നിട്ട് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിന്റെ കോപ്പി എടുത്ത് ഇങ്ങോട്ട് വെച്ചു. സെയിം ആർട്ട് വർക്കും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ആർട്ട് ബോർഡും ഒരുമിച്ച് കോപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഇത് ഞാനിവിടെ ടിക്ക് ഓഫ് ചെയ്തിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, ഇതിവിടെ ടിക്ക് ഓഫ് ചെയ്തു, അതിനുശേഷമാണ് ഓൾട്ട് പ്രസ് ചെയ്ത് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് മാത്രമേ മൂവ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. സിമ്പിൾ ആണ്. മൂവ് ആർട്ട് വർക്ക് വിത്ത് ആർട്ട് ബോർഡ് എന്നുള്ള ഈ ഓപ്ഷൻ ടിക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ മുകളിലുള്ള ആർട്ട് വർക്ക് കൂടി മൂവ് ആവും, അതല്ലെങ്കിൽ കോപ്പി ആവും. ഇനി അത് ടിക്ക് ഓഫ് ചെയ്ത് ആ ഒരു ഫംഗ്ഷൻ ഡിസേബിൾ ചെയ്തിട്ടാണ് നമ്മൾ ഇതുപോലെ മൂവ് ചെയ്യുന്നെങ്കിൽ ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ടേ നമുക്ക് കിട്ടുള്ളൂ. അതായത് ആ ഒരു ആർട്ട് ബോർഡ് മാത്രമായിട്ടേ നമുക്ക് കിട്ടുന്നുള്ളൂ.
ഇപ്പൊ എക്സാമ്പിൾ ചില കേസിലൊക്കെ നമ്മൾ മൾട്ടിപ്പിൾ പേജിലുള്ള ഡിസൈൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻസ് ഒക്കെ സെയിം ആയിരിക്കും. ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള കണ്ടന്റ്സ് എല്ലാം സെയിം ആക്കി വെക്കുക. പക്ഷെ അതിന്റെ ഫോർഗ്രൗണ്ടിൽ വരുന്ന ടെക്സ്റ്റോ മറ്റു കാര്യങ്ങൾ മാത്രമേ മാറ്റമുള്ളൂ എങ്കിൽ നമ്മൾ ഇതുപോലെ മൂവ് ആർട്ട് വർക്ക് വിത്ത് ആർട്ട് ബോർഡ് എനേബിൾ ചെയ്തുകൊണ്ട് തന്നെ കോപ്പി ചെയ്ത് വെക്കും. അപ്പൊ ആ ഒരു ഫംഗ്ഷൻ കൂടി മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ മൾട്ടിപ്പിൾ പേജുള്ള ഫ്ലയറുകളോ അല്ലെങ്കിൽ ബ്രോഷേഴ്സ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് കൂടുതലും ഉപയോഗപ്രദമാവുക. ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആർട്ട് ബോർഡ് ഓപ്ഷൻസ് ആണ്. ആർട്ട് ബോർഡ് ഓപ്ഷൻസ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആർട്ട് ബോർഡ് ഓപ്ഷനിൽ ഫസ്റ്റ് നമുക്ക് നെയിം കാണാം. അത് ഓൾറെഡി നമ്മൾ ഇവിടെ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും കാണിക്കുന്നത്. നെയിം കൊടുക്കാം, അതുപോലെ തന്നെ പ്രീസെറ്റ് ഓപ്ഷൻ ഉണ്ട് ഇവിടെ, വിഡ്ത്തും ഹൈറ്റും കൊടുക്കാം. തൊട്ടിപ്പുറത്ത് തന്നെ അതിന്റെ XY ആക്സിസുകളൊക്കെ പറഞ്ഞു കൊടുക്കാം, ഓറിയന്റേഷൻ കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. പിന്നെ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിന്റെ ഡിസ്പ്ലേ സെറ്റിംഗ്സ്, ഗ്ലോബൽ സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഇപ്പോൾ വേണ്ട, ഇപ്പൊ നമ്മൾ ബേസ് ലെവലിലുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അഡ്വാൻസ് ലെവലിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയെടുക്കാം. സോ പ്രീസെറ്റ് ഏരിയയിൽ നമുക്ക് പ്രധാനമായിട്ട് പരിചയപ്പെടാനുള്ളത് ഇവിടെ ഈ കാണുന്ന റെഫറൻസ് പോയിന്റ് ആണ്. ആർട്ട് ബോർഡ് ഓപ്ഷനിൽ കണ്ട സെയിം റെഫറൻസ് പോയിന്റ് തന്നെ നമുക്ക് ഇവിടെയും കാണാം. റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ ഈ ആർട്ട് വർക്ക് ഫസ്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഇതിന്റെ ഈ കോർണറിൽ കാണുന്ന പോയിന്റ്സുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. ടോട്ടലി ഒരു 8 പോയിന്റ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. സെയിം ആ ഒരു പോയിന്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് സ്കെയിൽ ചെയ്യുന്ന മെത്തേഡാണ് സെറ്റ് ദ റെഫറൻസ് പോയിന്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഇതിന്റെ സെന്ററിലും ഒരു പോയിന്റ് കാണാം. ഇപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് സെന്ററിലായിരിക്കും സെലക്ട് ചെയ്ത് കിടക്കുന്നത്. ഇപ്പൊ നോർമൽ കേസിൽ നമ്മളിവിടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു സെന്റർ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് ആ സൈസ് കൂടുന്നതും അതല്ലെങ്കിൽ കുറയുന്നതൊക്കെ. പക്ഷെ എനിക്കിപ്പോൾ ഈ ഒരു വർക്കിൽ ഇതിന്റെ താഴെ ഭാഗത്തേക്ക് മാത്രം കുറച്ച് സൈസ് വേണം. അതായത് അഡീഷണൽ ആയിട്ട് ഈ താഴെ ഭാഗത്ത് കുറച്ച് ഏരിയ കൂടുതലായിട്ട് വേണം. അപ്പൊ നമുക്കൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ സ്ട്രക്ചർ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ നമുക്കൊരു ഫിക്സഡ് അളവ് കൊടുക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ ഹൈറ്റ് ഞാൻ കൂട്ടി കൊടുക്കുമ്പോൾ ഇവിടെ 24.95 ഉള്ളത് ഞാൻ ഇവിടെ 28 ആക്കി. പക്ഷെ 28 ആക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സെന്റർ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് സൈസ് കൂടി വരുന്നത്. അതായത് മുകളിലേക്ക് ഒരു 2 പോയിന്റ് സംതിങ് പോയി, താഴേക്ക് ഒരു 2 പോയിന്റ് സംതിങ് സെന്റിമീറ്റർ കൂടി. പക്ഷെ എനിക്ക് അങ്ങനെയല്ല വേണ്ടത്, താഴേക്ക് മാത്രം 4 പോയിന്റ് സെന്റിമീറ്റർ കൂടി വരണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മളിവിടെ റെഫറൻസ് പോയിന്റ് സെറ്റ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ടോപ്പ് ഏരിയയിലുള്ള ഈ മിഡിൽ പോയിന്റിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പൊ ടോപ്പ് ഏരിയയിലുള്ള ആ മിഡിൽ പോയിന്റ് ആണ് സെലക്ട് ചെയ്ത് കിടക്കുന്നത്. ഇനി നമുക്ക് ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് താഴെ ഭാഗത്തേക്കാണ് വേണ്ടത്. 24.9 ഉണ്ട് ഇവിടെ, ഞാനിവിടെ 28.9 ആയി കൊടുത്തു. ദെൻ എൻ്റർ ചെയ്തു. സി ഇപ്പോൾ ആ താഴെ ഭാഗത്ത് അഡീഷണൽ ആയിട്ട് ഒരു 4 പോയിന്റ് സംതിങ് സെന്റിമീറ്റർ കൂടി വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ റെഫറൻസ് പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും ആർട്ട് ബോർഡിന്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ഞാൻ സെലക്ട് ചെയ്തു. ലെഫ്റ്റ് സൈഡിലെ മിഡിൽ ഏരിയ ഞാൻ സെലക്ട് ചെയ്തിട്ട് വിഡ്ത്ത് ഞാൻ ഇവിടെ 17.6 ആണ് കാണുന്നത്, ഞാൻ ഇവിടെ 20 ആയി കൊടുത്തു. സോ ഇപ്പൊ ആ ഒരു ആർട്ട് ബോർഡിന്റെ റൈറ്റ് സൈഡിലേക്ക് ഒരു 3 പോയിന്റ് സംതിങ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ നിലവിലുള്ള സൈസിൽ നിന്ന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് മാത്രം നമുക്ക് സൈസ് കൂട്ടുകയോ ഇനി കുറയ്ക്കണമെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാം. കുറയ്ക്കണമെങ്കിൽ മൈനസ് ആയിട്ട് കൊടുത്താൽ മതി. അപ്പൊ അത്തരത്തിൽ റീസൈസ് ചെയ്യണമെങ്കിലാണ് നമ്മൾ ഇവിടെ സെറ്റ് ദ റെഫറൻസ് പോയിന്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ റെഫറൻസ് പോയിന്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ആർട്ട് ബോർഡിൽ അവസാനമായിട്ട് നമ്മൾ പരിചയപ്പെടേണ്ട ഒന്നാണ് വിൻഡോ മെനുവിൽ ആർട്ട് ബോർഡ്സ് എന്നുള്ള ഓപ്ഷൻ. സെലക്ട് ചെയ്തു. ആർട്ട് ബോർഡ് പാനൽ ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ. ഇതിനു മുമ്പ് നമ്മൾ ഇവിടെ ചെയ്ത പല കാര്യങ്ങളും ഇതിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ ആർട്ട് ബോർഡ് 1 കാണാം. അത് കൂടാതെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് ഇവിടെ ന്യൂ ആർട്ട് ബോർഡ്സ് എത്ര വേണമെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. സാധാരണ നമ്മൾ ലെയർ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ ഫോട്ടോഷോപ്പിൽ ലെയർ ഒക്കെ പരിചയമുള്ള ആളുകൾക്ക് അറിയാം. ന്യൂ ആർട്ട് ബോർഡ്, അതുപോലെ ഡിലീറ്റ് ആർട്ട് ബോർഡ്. ഇനി അത് കൂടാതെ ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു അഡീഷണൽ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഓപ്പൺ ആക്കിയിട്ടുള്ള ഈ ആർട്ട് ബോർഡിന്റെ കോർണർ ഭാഗത്ത് ഒരു ഐക്കൺ കാണാം. റീഅറേഞ്ച് ആൾ ആർട്ട് ബോർഡ് എന്നാണ് ഇതിന്റെ പേര്. റീഅറേഞ്ച് ഓൾ ആർട്ട് ബോർഡ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സെറ്റിംഗ്സിലേക്ക് നമ്മൾ പോകും. ഇതിൽ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോൾ ഇവിടെ 5 ആർട്ട് ബോർഡ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 5 ആർട്ട് ബോർഡിനെയും പല ഡയറക്ഷനിലേക്ക് നമ്മൾ ഇതിനെ സെറ്റ് ചെയ്യാം. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നത് ഗ്രിഡ് ബൈ റോസ് ആണ്. രണ്ടാമതായി കാണുന്നത് ഗ്രിഡ് ബൈ കോളം ആണ്. മൂന്നാമതായിട്ട് അറേഞ്ച് ബൈ റോസ്, അതായത് ഇപ്പൊ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മോഡൽ. ഇനി അതെല്ലാം നേരെ താഴേക്കാണ് വേണമെന്നുണ്ടെങ്കിൽ അറേഞ്ച് ബൈ കോളംസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ താഴേക്കായിട്ട് വരും. അപ്പൊ ഇതിൽ ഫസ്റ്റ് വരുന്ന ഗ്രിഡ് ബൈ റോസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാൻ അതിവിടെ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു. സോ ഇപ്പൊ ഇവിടെ 5 ആർട്ട് ബോർഡുകളും ഓരോ റോ ബേസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ വീണ്ടും റീഅറേഞ്ച് ഓപ്ഷനിലേക്ക് പോയി തൊട്ടിപ്പുറത്തുള്ള ഗ്രിഡ് ബൈ കോളംസിലേക്ക് വന്ന് ഓക്കെ കൊടുത്തു. ഇപ്പൊ ആ ഒരു ആർട്ട് ബോർഡ്സ് എല്ലാം തന്നെ കോളംസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിലെ മറ്റ് സെറ്റിംഗ്സുകൾ എന്തൊക്കെയാ നോക്കാം. നമുക്ക് ഇവിടെ വേണമെങ്കിൽ റോസ് കൂട്ടി കൊടുക്കാം. ഈ കാണുന്ന റോസ് നമുക്ക് കൂട്ടി കൊടുക്കാം. ഇനി അതെല്ലാം കുറച്ച് കൊടുക്കണമെങ്കിൽ ആ വാല്യൂ കുറച്ച് കൊടുത്താൽ മതി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ 10 ആർട്ട് ബോർഡ് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഏകദേശം ഒരു 4 റോസ് ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ 4 എന്ന് നമ്പർ കൊടുത്താൽ 4 റോസ് ആയിട്ട് നമുക്ക് കിട്ടും. അതിന്റെ തൊട്ട് താഴെ തന്നെ സ്പേസിംഗ് എന്നുള്ള മറ്റൊരു ഓപ്ഷൻ ആണുള്ളത്.
സ്പേസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ആർട്ട് ബോർഡിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ഈ സ്പേസ് ആണ്. ഇപ്പൊ 4 സെന്റിമീറ്റർ ആണ്, ഞാനിത് 4 സെന്റിമീറ്റർ വേണ്ട, എനിക്ക് 2 സെന്റിമീറ്റർ മതിയെങ്കിൽ 2 കൊടുത്ത് ഓക്കെ കൊടുത്തു. ഇപ്പൊ 2 സെന്റിമീറ്റർ ഗ്യാപ്പിലാണ് ഇത് വന്നിട്ടുള്ളത്. മാത്രമല്ല ഞാനിവിടെ 4 റോസും സെലക്ട് ചെയ്തിരുന്നു, അപ്പൊ ആ ഒരു റോസിലും മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഏത് വിധത്തിലും നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ട് എടുക്കുന്ന ആർട്ട് ബോർഡിനെ പലതരത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രസന്റേഷൻ വർക്ക് ചെയ്യാണ്, അതല്ലെങ്കിൽ ഒരു PDF ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന വലിയൊരു 10 പേജോ അല്ലെങ്കിൽ 20 പേജോ ഉള്ള വർക്കുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് ആർട്ട് ബോർഡ് ഓരോ റോസ് ആയിട്ടും കോളംസ് ആയിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം വരും. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ റീഅറേഞ്ച് ഓൾ ആർട്ട് ബോർഡ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇത് കൂടാതെ തന്നെ ഈ ആർട്ട് ബോർഡ് പാനലിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയി വരുന്ന മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഓരോ ആർട്ട് ബോർഡ് ഞാൻ സെലക്ട് ചെയ്യുമ്പോഴും ഇവിടെ താഴെ ഭാഗത്ത്, അതായത് ഈ കാണുന്ന ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇതിന്റെ നമ്പർ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പൊ ഫസ്റ്റ് ആർട്ട് ബോർഡിൽ ഞാൻ ക്ലിക്ക് ചെയ്തു, അപ്പോൾ അവിടെ 1 എന്ന് കാണുന്നുണ്ട്. സെക്കൻഡ് ക്ലിക്ക് ചെയ്തു, 2 എന്ന് കാണുന്നുണ്ട്. തേർഡ് ക്ലിക്ക് ചെയ്തു, 3 എന്ന് കാണുന്നുണ്ട്. ഇപ്പൊ ഡിസൈൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോ ഈ രണ്ടാമത് കാണുന്ന ആർട്ട് ബോർഡിനെ എനിക്കൊരു 4ാമത്തെ പൊസിഷനിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ 4ാമതുള്ള ഈ ഒരു ആർട്ട് ബോർഡിനെ 3ാമത്തെ പൊസിഷനിലേക്ക് മാറ്റണം. ഇപ്പൊ എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ എനിക്ക് 2ാമത്തെ പേജ് 4ാമത്തെ പൊസിഷനിലേക്കാണ് വേണം എന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത് കാണുന്ന ആർട്ട് ബോർഡിനെ 4 എന്നുള്ള ഈ ഒരു പൊസിഷനിലേക്ക് ഡ്രാഗ് ചെയ്തിടുക. ഇപ്പൊ രണ്ടാമതുള്ള ഈ ആർട്ട് ബോർഡ് 4ാമതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ കാണാം, ഫസ്റ്റ് കഴിഞ്ഞ് 2ാമത് ക്ലിക്ക് ചെയ്യുമ്പോൾ 4 എന്നുള്ള നമ്പറാണ് ഇവിടെ കാണുന്നത്. കൺഫ്യൂഷൻ ആവണ്ട, നമ്മൾ ആവശ്യത്തിനനുസരിച്ച് പേജിന്റെ അറേഞ്ച്മെന്റ് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഡ്രാഗ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ 4ാമത്തെ ആർട്ട് ബോർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 2 എന്ന് പറഞ്ഞ നമ്പറാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കുമ്പോൾ രണ്ടാമതായിട്ട് വരുന്നത് ഈ കാണുന്ന 4ാമത്തെ ആർട്ട് ബോർഡ് ആയിരിക്കും. ഫൈനൽ ഔട്ട്പുട്ടിൽ കാണുന്ന കാര്യമാണ് പറയുന്നത്. ഇനി അങ്ങനെ ഡ്രാഗ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതവിടെ ആരോസ് ഉണ്ട്, മൂവ് അപ്പ് മൂവ് ഡൗൺ എന്നുള്ള ആരോസും ഉണ്ട്. ഈ ആരോസ് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത്രയാണ് ആർട്ട് ബോർഡിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയത് ആർട്ട് ബോർഡ് ടൂൾ ആണ്. അത് കഴിഞ്ഞ് ആർട്ട് ബോർഡ് ടൂളിൽ വരുന്ന മറ്റുള്ള സെറ്റിംഗ്സുകൾ, നെയിം, പ്രീസെറ്റ്, അതുപോലെ മൂവ് ആർട്ട് ബോർഡ് വിത്ത് ആർട്ട് വർക്ക് എന്നുള്ള ഓപ്ഷൻ പറഞ്ഞു. ആർട്ട് ബോർഡ് ഓപ്ഷൻസിൽ വരുന്ന കാര്യങ്ങൾ, ദെൻ സെറ്റ് ദ പ്രിഫറൻസ് ഓപ്ഷനെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം അവസാനമായിട്ട് പറഞ്ഞതാണ് ആർട്ട് ബോർഡ് പാനൽ. വിൻഡോ മെനുവിൽ ആർട്ട് ബോർഡ് പാനൽ. ആർട്ട് ബോർഡ് പാനലിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ പറഞ്ഞത് റീഅറേഞ്ച് ചെയ്യുന്ന മെത്തേഡുകളാണ്. ശേഷം അവസാനമായിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത ആർട്ട് ബോർഡിനെ മൂവ് അപ്പ് ചെയ്യാനും മൂവ് ഡൗൺ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ പൂർണ്ണമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് മുഖേനയോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലൂടെയൊക്കെ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. അഡോബി ഇല്ലസ്ട്രേറ്ററിന്റെ മറ്റൊരു പാർട്ടുമായി എത്തുന്നവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.